നമസ്കാരം. ഇന്ന് നമ്മുടെ 196-ാമത്തെ എപ്പിസോഡാണ്. ഇന്ന് ചിലപ്പം ആർക്കും ഇഷ്ടപ്പെടാത്ത, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക്, പുതിയ തലമുറയ്ക്കൊന്നും ഇഷ്ടപ്പെടാത്ത ഒരു എപ്പിസോഡാണ് ഞാൻ പറയാൻ പോകുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇന്ന് ക്രിസ്മസ് ആണല്ലോ, എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ. ഞാൻ ഇന്നലെ ക്രിസ്മസായിട്ട് ചുമ്മാ ടൗണിലൊക്കെ ഒന്ന് ഇറങ്ങി. അപ്പം ഒരു അഭിപ്രായം പറയണമെന്ന് തോന്നി. കാരണം എനിക്കും 2 പെൺമക്കളൊക്കെ ഉള്ള, 2 പേരും കാനഡയിലൊക്കെയാണ്. ഞാനൊരു ദിവസം എൻ്റെ മോള് അങ്ങനെ ദുബായിലായിരുന്നു. 10-15 ദിവസമായുള്ള ഒരാൾ കാനഡയിൽ പോയിട്ട്, മറ്റേ 2.5 വർഷമായിട്ട് അവിടെ ഉണ്ട്. അപ്പോൾ എൻ്റെ മോള് ഇടയ്ക്ക് വെച്ച് കണ്ടപ്പം വാരി വലിച്ച് ചുണ്ടയിൽ ലിപ്സ്റ്റിക്ക് തേച്ച് കണ്ടു. ഞാൻ ചോദിച്ചു, ഇതിനായിട്ട് ഇങ്ങനെയൊക്കെ നീ ചെയ്യുമോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇത് എൻ്റെ ജോലിയുടെ ഭാഗമാണെന്ന് പറഞ്ഞു. അവൾ അക്കൗണ്ടൻ്റാണ്. ഞാൻ ചോദിച്ചു, ഇവിടെ ഈ നാട്ടിൽ തന്നെ നിനക്ക് ജോലി, നീ അവിടെയല്ലേ ജോലി, ഇവിടെ എന്നത്തിന്? അല്ല, അതങ്ങനെ ഒരു ശീലമായിപ്പോയെന്ന് പറഞ്ഞു. ഞാൻ ശരിക്കും കുട്ടികളെ ഞാൻ പറയട്ടെ, എൻ്റെ പ്രായത്തിൻ്റെയോ എന്നാ കിളവനാന്നൊക്കെ പറഞ്ഞു. എന്നാലും എനിക്ക് 50 വയസ്സാണ്. പക്ഷേ എനിക്കൊരു 75 വയസ്സിൻ്റെ സ്വഭാവമൊക്കെയാണ്. ഇന്നലെ ഈ ചുരിദാർ എന്ന് പറഞ്ഞൊരു വസ്ത്രമില്ലേ, അത് ലോകത്ത് കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളതിൽ ഏറ്റവും സുരക്ഷിതമായ പെൺകുട്ടികൾക്കുള്ള വസ്ത്രമാണ്. സാരി പോലും സുരക്ഷിതമല്ല. കാരണം അത് കാറ്റടിച്ചാൽ അങ്ങോട്ട് മാറും ഇങ്ങോട്ട് മാറും, പിന്നു കെട്ടി വെക്കണം, അങ്ങനെയൊക്കെ. പക്ഷേ സുരക്ഷിതമായൊരിതാണ്. പണ്ട് കാലത്ത് ഞാനൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഞങ്ങളുടെ കോളേജിലെ പെൺകുട്ടികളൊക്കെ ചുരിദാർ, പാവാട, ബ്ലൗസ്, പിന്നെ ഇതിൻ്റെ സെറ്റ് ഹാഫ് സാരിയൊക്കെ കൊടുത്തോണ്ട് വരും. വളരെ ഭംഗിയായിട്ടാണ്. ഇന്നലെ കണ്ടപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ടുള്ള ഒരുപാട് പെൺകുഞ്ഞുങ്ങൾ നാട്ടിൽ കടയൊക്കെ ഇറങ്ങി പർച്ചേസിനൊക്കെ. പക്ഷേ നിങ്ങൾക്കറിയാമോ, ഈ ആണുങ്ങൾക്ക്, പെൺകുട്ടികൾക്ക് ബി ഫ്രാങ്ക് സ്പർശന സുഖമാണ്, ഈ ആണുങ്ങൾക്കൊക്കെ ദർശന സുഖമാണ്. ഈ ചുരിദാറിൻ്റെ മുകളിൽ കൂടെ ഒരു ഷാളിട്ട് നടന്നിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നുമല്ല. ഞാൻ പഠിച്ച DB കോളേജ് ശാസ്താംകോട്ടയിലാണ്. അതിൻ്റെ സൈഡിൽ ചുറ്റും ഒരു വശം ഒഴിച്ച് ബാക്കിയെല്ലാം ക്ഷേത്രമാണ് ഫ്രണ്ടിൽ, ബാക്കി മൊത്തം കായലാണ്. ആ കായലിൻ്റെ സൈഡിൽ കൂടെ ഒത്തിരി അക്കേഷ്യ മരങ്ങളുണ്ട്. ആ ഭാഗത്തേക്ക് ഒരു പെൺകുട്ടി ആൺകുട്ടിയാണ് പോവുകയില്ല. പോയാൽ സാർമാർ പിടിക്കും. അതുപോലെ തന്നെ ഞങ്ങൾ എല്ലാ ആൺകുട്ടികളും എതിർക്കും അങ്ങോട്ടൊന്നും പോയത്. പക്ഷേ ഈ ഇടയ്ക്ക് ഞാനൊരു 1.5 വർഷം മുമ്പ് അവിടെ ആ നൊസ്റ്റാൾജിയയിൽ ഞാനവിടെ ഒരു കൂട്ടുകാരനെ കാണാൻ പോയി. അവന് ഹാർബറിലെ അസിസ്റ്റൻ്റ് എഞ്ചിനീയറാണ്. അവനെ കാണാൻ പോയപ്പോൾ ഞാൻ ചുമ്മാ അവിടെ ഒന്ന് പോയപ്പം സത്യത്തിൽ ആ കായലിൻ്റെ സൈഡിൽ കൂടെ ഞാൻ എവിടെയെങ്കിലും ഒന്ന് ഇരിക്കാമെന്ന് വെച്ച് പോയതാണ്. പക്ഷേ ഒരിടത്ത് പോലും ഇരിക്കാൻ പറ്റില്ല. കാരണം ഓരോ മരത്തിൻ്റെ വീട്ടിലും ഒരു പെണ്ണും ആണും വെച്ചുണ്ട് അവിടെ. ഞാൻ വിചാരിച്ചു ഈ ലോകം മാറിയ പോക്കെ. അപ്പോൾ ഞാൻ അവിടുത്തെ ഒരു പോലീസുകാരനെ കണ്ടപ്പോൾ പരിചയമുള്ളൂ, ചോദിച്ചു. അപ്പോൾ എൻ്റെ സീനിയറായിട്ട് പഠിച്ച ആളാണ്, അയാൾ SI ആയിരുന്നു അവിടെ. അപ്പോൾ ചോദിച്ചപ്പോഴത്തേനും പുള്ളി പറഞ്ഞു, അയ്യോ, അവിടെ ചെന്ന് 1-2 പ്രാവശ്യം ഇവരെയൊക്കെ ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്യുമ്പോഴത്തേനും അവർ പറഞ്ഞു ഞങ്ങൾ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇന്നലെ കണ്ട കുട്ടികൾ ജീൻസ്, ടോപ്പ്, ചുരിദാറൊക്കെ ഇട്ട ഒരാളുടെ ഇതിലും ഷാൾ ഇട്ടിട്ടില്ല. മാത്രമല്ല, പകുതി ഫ്രണ്ട് വശം പകുതി പുറകു വശമൊക്കെ തുറന്ന് കിടക്കുക. നിങ്ങൾ ചിന്തിക്കുക, ഈ തമിഴ്നാട്ടിലോ ബാംഗ്ലൂരിലൊക്കെ ഉണ്ട്, പക്ഷേ കർണാടകയുടെയൊക്കെ ഗ്രാമങ്ങളിലോ മറ്റ് സിറ്റികളിലോ ഒന്നും ഇത് അനുവർത്തിക്കുന്നില്ല എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത് എന്താ പറയുക, ഇത് ഒരു ആന്ധ്ര, മറ്റ് ബോംബെയിലൊക്കെ കാണുമായിരിക്കും, കൽക്കട്ടയിലുമൊക്കെ. പക്ഷേ ഈ കേരളത്തിൽ ഒത്തിരി വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ട് വലിയ പക്വതയാണെന്നൊക്കെ പറയുന്നതുകൊണ്ടൊന്നും എനിക്കറിയില്ല. സംസ്കാരം കൂടിപ്പോയതുകൊണ്ടൊന്നും ആണോ അങ്ങനെ ചെയ്യുന്നതെന്നറിയില്ല. ഞാൻ ഇത്രയേ ഉദ്ദേശിച്ചുള്ളൂ. നിങ്ങൾ ഇങ്ങനെ എല്ലാം, അതായത് അകത്തോടെ ഒന്നും ആർക്കും ആണുങ്ങൾക്ക് കാണണ്ട. ഒരു ആണിനും ഈ ലോകത്ത് എത്ര പ്രായമുള്ളവർക്ക് ഫോർവേഡ് ആകാൻ പറ്റില്ല. നിങ്ങൾ വെറുതെ ചിന്തിക്കുന്നതാണ്. നിങ്ങൾ ഒരിക്കലും ഒരാണിന് പൂർണ്ണമായി ഒരു ഫോർവേഡാകാൻ, അതായത് സഹോദരിയായിട്ട്, ഫ്രണ്ടായിട്ട്, അതുപോലെ അച്ഛനായിട്ട്, അങ്ങനെ ഒന്നും ഒരാണ്. അത് സൈക്കോളജി ഞാൻ പറയുന്നതല്ല. നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യാം, നിങ്ങൾക്ക് വിക്കിപീഡിയ സെർച്ച് ചെയ്യാം, നിങ്ങൾക്ക് സൈക്കോളജിസ്റ്റിനെ കണ്ട് ചോദിക്കാം, പരിചയമുള്ളവരോട് ചോദിക്കാം. ഒരാണ്
ഒരു പെണ്ണിന് പൂർണ്ണമായിട്ടും ഒരാണിനെ ഫ്രണ്ടായിട്ടോ സഹോദരനായിട്ടോ ഒക്കെ കാണാൻ പറ്റും. കാരണം അത് അവരുടെ മനസ്സങ്ങനെയാണ്, അതാണ് അവരുടെ മനസ്സ്. പക്ഷേ ഒരു ആണിനെ സംബന്ധിച്ച് അത് ഒരിക്കലും പറ്റില്ല. ഞാനും ഈ ബാല്യത്തിലൂടെയും കൗമാരത്തിലൂടെയും എല്ലാ യൗവനത്തിലൂടെയും ഒക്കെയാണ് ഞാൻ ഈ വാർദ്ധക്യത്തിലേക്ക് പോകുന്നത്. അപ്പോൾ എനിക്കത് കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഞാനത് പറയുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ ഈ മോഡേണിസം ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിദേശത്തൊക്കെ പോകുമ്പോഴും അവിടെ ഇവിടെയൊക്കെ പോകുമ്പോഴൊക്കെ അങ്ങനെ ആകുന്നതിന് കുഴപ്പമില്ല. നമ്മുടെ നാടല്ലേ, നമ്മുടെ നാടിനൊരു സംസ്കാരമില്ലേ, അതങ്ങനെ ഒരു ഇത് എല്ലാം അകമയൊന്നും കയറി ആർക്കും ഒന്നും കണ്ട, പുറമേ കണ്ടാലും ഇതെല്ലാം തെളിച്ച് കാണുന്ന രീതിയിലൊക്കെ ഭയങ്കരമായിട്ട് വൾഗറായിട്ട് ഡ്രസ്സ് ചെയ്യുന്ന ഒരവസ്ഥ. അത് ഞാൻ ഈ കുഞ്ഞുങ്ങളൊക്കെ ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ പറയുകയാണ് കേട്ടോ. മാത്രമല്ല ബാംഗ്ലൂരിൽ എൻ്റെ 10-28 വയസ്സുള്ള എൻ്റെ മോൻ്റെ ഒക്കെ പ്രായമുള്ള പിള്ളേർ പഠിക്കുന്നുണ്ട്, ആണുങ്ങൾ. ഇവിടുന്ന് മാന്യമായിട്ട് അവിടെ ഡ്രസ്സ് ചെയ്ത് അപ്പനും അമ്മയൊക്കെ കയറ്റി വിടും ബസ്സിൽ. അവിടെ ചെയ്യുന്ന ഡ്രസ്സുകളും ഒക്കെ ബാംഗ്ലൂരിൻ്റെ സിറ്റിയെക്കുറിച്ച് എനിക്കറിയുള്ളൂ കേട്ടോ. ഞാനവിടെ പോയിട്ടുള്ള. ചെന്നൈയിലൊന്നും അങ്ങനെയൊന്നും പറ്റില്ല. ചെന്നൈയിലൊന്നും ഈ നമ്മുടെ തൊട്ടടുത്ത തമിഴ്നാടും മറ്റ് കർണാടകയുടെ സംസ്ഥാനങ്ങളൊക്കെ മംഗലാപുരത്തും ഒക്കെ ഇങ്ങനെയൊക്കെ ഉണ്ട്. എറണാകുളത്തും ഒക്കെ ഓരോ കുട്ടികൾ, എറണാകുളത്ത് ഞാനിപ്പോൾ ഈ ഒരു മാസത്തിന് 3 പ്രാവശ്യം എറണാകുളം പോയി. അവിടെയൊക്കെ എറണാകുളംകാരെയൊക്കെ ഒരുപാട് പേര് പരിചയപ്പെട്ട് പറയാം. ഒരു എറണാകുളത്തെ കുട്ടികളും ആ ജോലിക്ക് പോകുന്ന എറണാകുളത്തെ സ്ത്രീകളും അതുപോലെ തന്നെ പഠിക്കുന്ന കുട്ടികളൊക്കെ മാന്യമായിട്ടാണ് അവരവരുടെ കാര്യം നോക്കി പോകും. പക്ഷേ ഇവിടുന്ന് പോകുന്നവരാണ് ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ. നന്ദി, നമസ്കാരം. അടുത്ത എപ്പിസോഡിൽ കാണാം.